ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിൽ വരുന്ന വെബ് സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദാഖില എന്ന ഒരു കിടിലൻ വെബ് സീരീസിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് ഇന്ന് നമുക്ക് നോക്കാം. സീരീസ് ആരംഭിക്കുമ്പോൾ കഥയിലെ ഹീറോയിൻ്റെ അമ്മ നാട്ടിലുള്ള തൻ്റെ ചേച്ചിയോട് ഫോണിൽ സംസാരിക്കുന്നത് കാണിക്കുന്നു. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്, മകൾക്ക് നല്ല മാർക്കുണ്ടെന്നും അവൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ ശരിയായി എന്നുമൊക്കെ ഹീറോയിൻ്റെ അമ്മ ഫോണിലൂടെ പറയുന്നു. നീ ആഗ്രഹിച്ചതുപോലെ അങ്ങനെ കാര്യങ്ങൾ നടന്നല്ലോ, നീ കഷ്ടപ്പെട്ടതിനെല്ലാം ഫലം കണ്ടു എന്നും ചേച്ചി ഹീറോയിൻ്റെ അമ്മയോട് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ ഹീറോയിൻ വീട്ടിലേക്ക് വന്നു. അവളുടെ മുഖം വാടിയിരുന്നു. നീ എന്താ ലേറ്റായതെന്നും നിൻ്റെ മുഖം എന്താ വല്ലാതെ ഇരിക്കുന്നതെന്നും അമ്മ അവളോട് ചോദിച്ചു. മാത്രമല്ല, അഡ്മിഷൻ ലിസ്റ്റിൽ നിന്റെ പേര് വന്നതിൽ നിന്റെ മുഖത്ത് സന്തോഷം കാണാനില്ലല്ലോ എന്നും അവളോട് തിരക്കി. ഒന്നുമില്ല, താൻ വളരെ ടയേർഡാണ്, റെസ്റ്റ് എടുക്കട്ടെ എന്നും ഹീറോയിൻ പറയുന്നു. ആ സമയം ഹീറോയിൻ്റെ ക്ലാസ്മേറ്റായ നിമിഷയും അവളുടെ അമ്മയും അവിടേക്ക് വന്നു. അവർ ഹീറോയിനും അമ്മയ്ക്കും സീറ്റ് കൊടുത്ത ശേഷം വന്ന കാര്യം അവതരിപ്പിച്ചു. ഈ നാട്ടിലെ നമ്പർ 1 കോളേജിൽ എനിക്ക് അഡ്മിഷൻ ലഭിച്ചുവെന്ന് നിമിഷ അവരോട് പറഞ്ഞു. അത് കേട്ട് ഹീറോയിൻ്റെ അമ്മയ്ക്ക് വിശ്വസിക്കാനായില്ല. നിനക്ക് മാർക്ക് വളരെ കുറവായിരുന്നല്ലോ, എന്നിട്ടും എങ്ങനെ അവിടെ നിനക്ക് കിട്ടിയെന്ന് അവർ ചോദിച്ചു. എന്നാൽ അതൊക്കെ കിട്ടിയെന്നും പക്ഷേ ഇവൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്ന് നിമിഷ ഹീറോയിൻ്റെ കാര്യം അമ്മയോട് പറഞ്ഞു. അതോടെ ഈ കാര്യത്തിലാണ് ഹീറോയിൻ്റെ മുഖം വല്ലാതെ ഇരുന്നതെന്ന് അമ്മയ്ക്ക് മനസ്സിലാകുന്നു. നീ എന്താ എന്നോടിത് പറയാത്തതെന്ന് അവർ ഹീറോയിനോട് ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുന്നു. എന്നാൽ ലിസ്റ്റിൽ പേര് വന്നിട്ടില്ല, പക്ഷേ മാർക്കുണ്ടെന്ന് ഹീറോയിൻ പറയുന്നു. അതോടെ എന്നെപ്പോലെ ഒരു ആവറേജ് മാർക്ക് കിട്ടിയ അവൾക്ക് അഡ്മിഷൻ ശരിയായി എന്ന് അഹങ്കാരത്തോടെ നിമിഷയും അമ്മയും ഹീറോയിനോട് പറയുന്നു. അതോടെ ഹീറോയിൻ്റെ അമ്മയ്ക്ക് ദേഷ്യം കയറുകയും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കത്തിലാവുകയും ചെയ്തു. കൂടാതെ ഹീറോയിൻ്റെ അച്ഛൻ്റെ മരണത്തെക്കുറിച്ചും ഹീറോയിൻ്റെ അമ്മ ഒറ്റപ്പെട്ട് കഴിയുന്ന കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് അവർ ഹീറോയിനെ എരികയറ്റുന്നു. അതോടെ അമ്മയെപ്പറ്റി പറഞ്ഞത് കേട്ട ഹീറോയിന് ദേഷ്യം കയറുകയും അവൾ അവരെ താക്കീത് ചെയ്ത് വിടുകയും ചെയ്തു. മാത്രമല്ല, പൈസ കൊടുത്ത് നിങ്ങൾ സീറ്റ് വാങ്ങിയതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട എന്നും അവർ പറഞ്ഞു. അതോടെ തൻ്റെ മകൾക്ക് എന്ത് വില കൊടുത്തും അവിടെ അഡ്മിഷൻ വാങ്ങിക്കുമെന്നും ഹീറോയിൻ്റെ അമ്മ അവരോട് വെല്ലുവിളിക്കുന്നു. പക്ഷെ അവരോട് അങ്ങനെ പറഞ്ഞെങ്കിലും എങ്ങനെ ഇത് നടത്തിയെടുക്കും എന്ന് ടെൻഷൻ അവർക്ക് ഉണ്ടായിരുന്നു. ആ പ്രിൻസിപ്പാൾ താൻ പറയുന്നത് കേട്ട് അഡ്മിഷൻ അവിടെ ശരിയാക്കണമെന്ന് ഹീറോയിൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നു. അടുത്ത സീനിൽ അവിടുത്തെ പ്രിൻസിപ്പാളിനെ കാണിക്കുന്നു. അവർ ഇനി ജോയിൻ ചെയ്യാൻ വരുന്നവരോട് ഡൊണേഷൻ എത്ര കൂട്ടി വാങ്ങണമെന്ന ചർച്ചയിലായിരുന്നു. എന്നാൽ അതോടൊപ്പം അവർക്കൊപ്പം എല്ലാം ചെയ്യാനുള്ള അധികാരത്തെപ്പറ്റിയും അവർ സംസാരിക്കുന്നു. അഡ്മിഷൻ കൊടുക്കാനായി അവർ ജോയിൻ ചെയ്യാൻ വരുന്നവരോട് എന്ത് ചോദിച്ചാലും തരാൻ തയ്യാറാകണമെന്ന രീതിയിലും ചർച്ചകൾ നടത്തുന്നു. ശേഷം അവിടെ ജോലി ചെയ്യുന്ന മേനക എന്ന ജോലിക്കാരി സാറിനെ കാണാനായി എത്തി. അവൾക്ക് പ്രമോഷൻ ലഭിക്കാനായി ഉള്ള കാര്യങ്ങൾക്കായി അയാളെ സ്വാധീനിക്കാനായി എത്തിയ ചേച്ചി ഒടുവിൽ കാര്യം നേടാനായി സാറുമായി അവിടെ ഒരു തകർപ്പൻ പരിപാടി തന്നെ നടത്തുന്നു. അങ്ങനെ ഹീറോയിൻ്റെ വിഷമം കണ്ട് അമ്മ അവളെ ആശ്വസിപ്പിക്കുന്നു. അന്നവർ അഡ്മിഷൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനായി കോളേജിലേക്ക് പോകുന്നു. അങ്ങനെ അവർ ആ സാറിനെ കാണുന്നു. ശേഷം അയാൾക്ക് ഹീറോയിനെ പരിചയപ്പെടുത്തുന്നു. എന്നാൽ എല്ലാ യോഗ്യതയും ഉണ്ടായിട്ടും ഹീറോയിന് സീറ്റ് കിട്ടാത്തതിനെപ്പറ്റി അയാൾ അവരോട് വിഷമം പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ എന്നും അതിനാൽ ഇപ്പോഴൊന്നും നടക്കില്ല എന്നും അയാൾ അവരോട് പറയുന്നു. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ ഇവിടെ ചേരാനായി അവൾ അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഹീറോയിൻ്റെ അമ്മ അയാളോട് പറഞ്ഞു. എന്നാൽ ഇവിടെ പഠിക്കണമെങ്കിൽ പണം വളരെ അത്യാവശ്യമാണെന്നും ശരിക്കും പറഞ്ഞാൽ പൈസയുടെ കാരണം കൊണ്ടാണ് ഹീറോയിൻ റിജക്റ്റ് ചെയ്യപ്പെട്ടത് എന്ന് അയാൾ അവരോട് പറയുന്നു. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകും, പക്ഷേ എൻ്റെ ഹസ്ബൻഡ് മരിച്ച ശേഷം ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് മകളെ വളർത്തിയതെന്നും ഇപ്പോൾ അവൾ ആഗ്രഹിച്ച കാര്യം നടത്തി കൊടുക്കാത്തതിനാൽ എനിക്ക് വളരെ വിഷമം ഉണ്ടെന്നും അതിനാൽ നിങ്ങൾ മനസ്സിൽ വച്ചാൽ ഈ സീറ്റ് മകൾക്ക് കിട്ടുമെന്നും ഹീറോയിൻ്റെ അമ്മ അയാളോട് പറഞ്ഞു. ശേഷം ഹീറോയിൻ്റെ അമ്മ അയാളുടെ കാലിൽ വീണ് അപേക്ഷിക്കാൻ തുടങ്ങി. അതോടെ അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ അയാൾ അവളെ സമാധാനിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കാമെന്നും പറയുന്നു. എന്നെക്കൊണ്ടാവുന്നതുപോലെ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ അയാൾ അവരുടെ ഫോൺ നമ്പർ എഴുതി വാങ്ങിയ ശേഷം അവരെ പറഞ്ഞയച്ചു. അടുത്ത സീനിൽ അവർ ക്യാൻറ്റീനിലേക്ക് പോയി. അവിടെ വച്ച് അവർ ഹീറോയിൻ്റെ കൂട്ടുകാരിയെ നിമിഷയെ വീണ്ടും കണ്ടുമുട്ടി. അവൾക്കവിടെ സീറ്റ് കിട്ടാൻ ചാൻസ് കുറവാണെന്ന് നിമിഷ വീണ്ടും അവരെ പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ചു. നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും ഇവിടെ അഡ്മിഷൻ കിട്ടില്ല എന്ന് പറഞ്ഞ നിമിഷയോട് ഹീറോയിൻ്റെ അമ്മ വീണ്ടും മകളെ അവിടെ തന്നെ ചേർക്കുമെന്ന് വെല്ലുവിളി നടത്തുന്നു. അതോടെ നിമിഷ കലിപ്പിൽ നിൽക്കുന്നു. തുടർന്ന് രാത്രിയിൽ സാറിൻ്റെ മനസ്സ് മുഴുവൻ ഹീറോയിൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. അയാൾ അവരുടെ സൗന്ദര്യത്തിൽ വല്ലാതെ മയങ്ങിപ്പോയിരുന്നു. എങ്ങനെയെങ്കിലും അവരുമായി പരിപാടികൾ നടത്താനായി തന്നെ അയാൾ തീരുമാനിച്ചു. ശേഷം അവരുമായി തൻ്റെ റൂമിൽ വച്ച് അയാൾ ഒരു തകർപ്പൻ പരിപാടി നടത്തുന്നതായി സ്വപ്നം കാണുകയും ചെയ്തു.
പക്ഷെ താൻ കണ്ടത് സ്വപ്നമാണെന്നറിഞ്ഞ അയാൾ അത് ഉടനെ സത്യമാക്കാൻ തീരുമാനിച്ചു. ശേഷം അയാൾ ഫോണെടുത്ത് ഹീറോയിൻ്റെ അമ്മയ്ക്ക് മെസ്സേജ് അയക്കുന്നു. തുടർന്ന് രാവിലെ അവർ വരാനായി അയാൾ വെയിറ്റ് ചെയ്യുന്നു. അവൾ വരുമോ ഇല്ലേ എന്ന് അയാൾ ടെൻഷനായി ഇരിക്കുന്നു. ശേഷം ഹീറോയിൻ്റെ അമ്മ അയാളെ കാണാനെത്തി. കഴിഞ്ഞ രാത്രിയിൽ അഡ്മിഷൻ കിട്ടാനൊരു വഴിയുണ്ടെന്ന് പറഞ്ഞ് അയാൾ മെസ്സേജ് അയച്ചതിനെക്കുറിച്ച് അവൾ വന്നപാടെ അയാളോട് ചോദിച്ചു. അത് കേട്ട അയാൾ, മകളെ നീ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് എനിക്ക് നന്നായി അറിയാം, മാത്രമല്ല അവൾക്ക് വേണ്ടി നീ എന്തും ചെയ്യുമെന്നും എനിക്ക് മനസ്സിലായി. അതിനാൽ ഈ കാര്യം നടക്കാനായി തന്നെ വലിയ തുക ഡെപ്പോസിറ്റ് ചെയ്യാനായി അയാൾ അവരോട് പറയുന്നു. എന്നാൽ ആ തുക കേട്ട അവൾ ആകെ ഷോക്കായി. പക്ഷേ എനിക്കറിയാം നിന്നെക്കൊണ്ട് ഇത്രയും വലിയ തുക അടയ്ക്കാൻ കഴിയില്ല, അതിനാൽ ഞാൻ പറയുന്നത് കേട്ടാൽ ഈ കാര്യം നടത്താമെന്നും അയാൾ പറഞ്ഞത് കേട്ട് അവർ ഒന്ന് ഞെട്ടി. സാർ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾ ഈ രീതിക്ക് സംസാരിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല എന്നും അവൾ അയാളോട് പറയുന്നു. പക്ഷേ നീ ഇതിനെ സമ്മതിച്ചില്ലെങ്കിൽ മകളുടെ സ്വപ്നം നീ തന്നെ തല്ലിക്കെടുത്തിയതായി കരുതേണ്ടി വരുമെന്നും അയാൾ അവളോട് പറഞ്ഞു. അത് കേട്ടതോടെ മറ്റ് വഴികളില്ലെന്ന് മനസ്സിലാക്കിയ അവർ ഈ കാര്യത്തിന് സമ്മതം മൂളുന്നു. പക്ഷേ ഈ വിഷയം നമുക്കിടയിൽ മാത്രമേ അറിയാവൂ എന്നും എൻ്റെ മകൾക്കോ മറ്റാർക്കുമോ ഈ വിഷയത്തെപ്പറ്റി അറിയാൻ പാടില്ല എന്നും അവൾ അയാളോട് പറഞ്ഞു. എന്നാൽ ഈ കാര്യം നമ്മളല്ലാതെ മറ്റാരും അറിയില്ല എന്ന് അയാൾ അവൾക്ക് വാക്കുകൊടുത്തു. ശേഷം അയാൾ ഒരു സ്റ്റാഫിനെ വിളിപ്പിച്ച ശേഷം 1 മണിക്കൂർ വരെ എൻ്റെ റൂമിന് പുറത്ത് കാവൽ നിൽക്കാനും ആരെയും അകത്തേക്ക് വിടണ്ട എന്നും പറഞ്ഞേൽപ്പിക്കുന്നു. അതോടെ അവിടെ അവർക്കിടയിൽ തകർപ്പൻ പരിപാടികൾ അരങ്ങേറാൻ തുടങ്ങി. സീരീസിൻ്റെ ആദ്യത്തെ പാർട്ടും അവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത പാർട്ടിൻ്റെ ബാക്കി സ്റ്റോറിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സീരീസിൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ എപ്പിസോഡ് കാണാനായി ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.